എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു 96 ബന്ദികളിൽ എനിക്ക് തോന്നുന്നു ഒരു 50 പേരെങ്കിലാണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുള്ളത്. ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് യുവമാർ ഇതിനെ കൊണ്ട് മുന്നോട്ട് വരാത്തത്. കാരണം 50 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഗാസയിൽ മൊത്തത്തിൽ തച്ചോടച്ച് കളയും ഇസ്രായേൽ. അപ്പൊ അത് എങ്ങനെ പറയും എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് യുവമാർ ഇരിക്കുന്നത്. ഇങ്ങനെ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളെ കുറിച്ച് നമ്മൾ പല കഥകളും കേൾക്കും. പക്ഷെ നമ്മൾ ഇപ്പോൾ കേട്ടതാണ് യഥാർത്ഥ ശരി. അതല്ലെങ്കിൽ യാഹ്യ സിനോർ പടമായപ്പോൾ തന്നെ അവശേഷിക്കുന്ന ഹമാസ് കൂട്ടങ്ങൾ നിരുപാധികം ഇസ്രായേലിന്റെ കാൽക്കീഴിൽ അടിയോറവ് പറഞ്ഞേനെ. പക്ഷേ തിരിച്ചേൽപ്പിക്കാൻ ഈ പറയുന്നതിൻ്റെ പകുതി പോലും ഉണ്ടാകില്ല. ഇതറിയപ്പോൾ ഇസ്രായേൽ ഈ ഹമാസ് കുണ്ടന്മാരെ പച്ചയ്ക്ക് കത്തിക്കും. നടക്കാനിരിക്കുന്നത് ഇനി അതാണ്. പക്ഷേ അതോടുകൂടി പാലസ്തീൻ സ്വതന്ത്രമാകും. അവിടെയുള്ളവർ സമാധാനത്തോടുകൂടി ജീവിക്കും.